നേപ്പാളിലെ മലയാളിയായ ബോബിയാണ്. നേപ്പാളിലല്ല, മൂവാറ്റുപുഴയിൽ പൈങ്ങോട്ടിൽ നമ്മുടെ വീട്ടിലാണ്. അപ്പൊ കോഴിക്കോട് ബൈക്കില് ബുള്ളറ്റ് ഓടിച്ച് സ്വന്തമായിട്ട് വന്ന നമ്മുടെ മുസ്തഫാക്ക 5-6 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ അവിടെ ചെന്ന് താത്ത നല്ല ബിരിയാണി ഉണ്ടാക്കി തന്നു. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടു. അത് കഴിഞ്ഞ് ഇവര് നേപ്പാളിൽ വന്നു, താത്ത വന്നില്ല. അപ്പൊ ഇന്ന് താത്ത നേപ്പാളിൽ വരാത്തതുകൊണ്ട് നമ്മുടെ ഇക്ക ഗവിയിൽ കൊണ്ടുപോവാണ്. അതെ, അത് കഴിഞ്ഞ് നേപ്പാളിൽ വന്ന് ഇവരുടെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് പേര് അതിനുശേഷം വീഡിയോ കണ്ടു. ജലീലിക്കല്ലായിരുന്നു, ജലീലിക്കാൻ കൂടി വന്നു. ഇവര് രണ്ടുപേരും ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ ബൈക്കിന് പോകുന്നവരെല്ലാം സംശയം ചോദിക്കുമ്പോൾ ഞാൻ ഇവരുടെ നമ്പർ കൊടുക്കാറുണ്ട്. അപ്പൊ എല്ലാം പറഞ്ഞു തരും. ഇനിയും ചോദിച്ചോ വിളിച്ചോ. അപ്പൊ അങ്ങനെ അവരിവിടെ മൂവാറ്റുപുഴയിൽ വീട്ടിൽ വന്നു വീണ്ടും. അപ്പൊ യാത്രകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ചില സൗഹാർദ്ദങ്ങൾ എന്നും മറക്കാൻ പറ്റാത്ത രീതിയിലെ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നത് അപ്രതീക്ഷിതമായി കിട്ടിയ ഒരു ബന്ധമൊക്കെയാണ്. അവരിവിടെ ഗവിക്ക് വന്ന വഴിക്ക് ഇവിടെ വന്നു. അങ്ങനെ ചോറൊക്കെ കൊണ്ടുവച്ച് വീണ്ടും അവർ യാത്ര തുടരുകയാണ്. ഇനി ഞങ്ങൾ കോഴിക്കോടിന് പോകും, ഞാനും ഫാമിലിയൊക്കെ. അതെ, ഉറപ്പായിട്ടും വരും. അപ്പൊ മുസ്തഫൊക്കെ പറയും ബാക്കി ബിരിയാണി ഒക്കെ ഉണ്ടാക്കി കഴിക്കാം. അതെ അതെ. അപ്പൊ ഞങ്ങളെല്ലാം ഇനി ഇവിടെ ഇക്കാന്റെ വീട്ടിലുണ്ടാവും കോഴിക്കോട്. ബൈക്കിന് നേപ്പാളിൽ പോകുന്നവരൊക്കെ സംശയമുണ്ട്, ഇക്കാനെ വിളിച്ചു കേട്ടോ, എല്ലാം പറഞ്ഞു തരും. 15 ദിവസം ഉണ്ടായിരുന്നു അവിടെ. ബൈക്ക് ഇന്ത്യയിലും നേപ്പാളിലും ഒക്കെ റെഡിയായി, എല്ലാം ഓക്കെ ആയി. നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ക്രിസ്മസിന്റെ തലേദിവസമാണ് ഇന്ന് ഇവരിവിടെ. ക്രിസ്മസിന്റെ തലേദിവസം. ഇൻഷാല്ലാ ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, എന്നാ ശരി, പറഞ്ഞു. ഓക്കെ, താങ്ക് യു എന്ന് പറഞ്ഞേ. വരില്ലേ അവിടേക്ക്?